നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതുപോലൊരു കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളും എന്താണ് സംഭവിച്ചതെന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇനി നമ്മളെ തിരിച്ചാക്രമിക്കുമോ, വീണ്ടും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക്, ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായ രീതിയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലൂഹിയ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വലിയ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു പെഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ഇന്ത്യ എങ്ങനെയാണ് ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകുക എന്നൊരു കാര്യം. നമ്മൾ ഓരോരുത്തരും അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേർക്കാണ് പെഹൽഗാമിൽ ഒരു തീവ്രവാദ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത നീക്കങ്ങളിലേക്കെല്ലാം തന്നെ ഇന്ത്യ കടന്നിട്ടുള്ളത്. നമുക്കറിയാം, ആ ഒരു അറ്റാക്കിന് ശേഷം തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത കരാറുകളും മറ്റുമൊക്കെ ഇന്ത്യ പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ എയർ സ്പേസിലേക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പ്രവേശിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ ആ ഒരു അവസരത്തിൽ തന്നെ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ കാത്തിരുന്നത് ശക്തമായ ഒരു അറ്റാക്കിനാണ്, ശക്തമായ രീതിയിലുള്ള ഒരു പകരം ചോദിക്കലിനാണ്. അതേതായാലും ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇന്ന് രാവിലെ കാലത്ത് എണീറ്റപ്പോൾ തന്നെ ആദ്യം കേട്ട വാർത്തകളിലൊന്ന് ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ഈ തിരിച്ചടിയെക്കുറിച്ച് തന്നെയായിരിക്കും. വളരെയധികം കൃത്യതയോടുകൂടെ പാകിസ്ഥാനിലെ 9ഓളം തീവ്രവാദ ക്യാമ്പുകൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ സൈന്യം വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, പൂർണ്ണമായും തുടച്ചു നീക്കിയിരിക്കുകയാണ്. ഈ ഒരു ഓപ്പറേഷൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓപ്പറേഷൻ സിന്ദൂർ. ഈ സിന്ദൂർ എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് ഹോണർ ആൻഡ് സാക്രിഫൈസ് എന്ന രീതിയിലൊക്കെ വരുന്നതാണ്. അതായത് പെഹൽഗാമിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെ നിഷ്കരണം തീവ്രവാദികൾ കൊന്നു തള്ളിയിട്ടുണ്ടായിരുന്നത്. പെഹൽഗാം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് സ്ത്രീകളൊക്കെ ഇരുന്ന് കരയുന്ന രീതിയിൽ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൃതശരീരത്തോടൊപ്പം ഇരുന്ന് കരയുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തന്നെ ശക്തമായ തിരിച്ചടിയിലേക്ക് ഇന്ത്യ നീങ്ങിയിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വ്യത്യസ്ത ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലെല്ലാം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു വിഷയത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ച്, പാകിസ്ഥാൻ ഇതിലുള്ള പങ്കിനെക്കുറിച്ചൊക്കെ തന്നെയും വിശദീകരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ പോലും ഈ ഒരു അവസരങ്ങളിലൊക്കെ ആയിട്ട് ഇന്ത്യക്ക് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരു വളരെ കൃത്യതയോടുകൂടിയുള്ള ഓപ്പറേഷനിലേക്ക് ഇന്ത്യൻ സൈന്യം നീങ്ങിയിട്ടുള്ളത്. വിശദമായ രീതിയിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം പാകിസ്ഥാൻ എന്താണ് ഇതിന് മറുപടിയായിട്ട് പറയാനുള്ളത്, അവർ ഇനി തിരിച്ചടിക്കുമോ, തിരിച്ചടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായ രീതിയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് മെയ് 7-ാം തീയതി ഏറെക്കുറെ 2:30 കൂടിയിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. ഇത് ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ ഒരു സംയുക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു. അതായത് നേവിയും എയർഫോഴ്സും ആർമിയും എല്ലാവരും ഒരുപോലെ ഇറങ്ങി തിരിച്ച് നടത്തിയിട്ടുള്ള വളരെ പ്രസിഷനോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഏറെക്കുറെ 23 മിനിറ്റുകളാണ് അത് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് റാഫേൽ ജെറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൽപ്പ് മിസൈൽസും അതേപോലെ AASM ഹാമർ ബോംബുകളൊക്കെയാണ് ഈ ഒരു ക്യാമ്പുകൾ, തീവ്രവാദ ക്യാമ്പുകൾ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനടിസ്ഥാനത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് ലോകത്തേക്ക് വ്യത്യസ്ത വലിയ വലിയ തീവ്രവാദികളെ പോലും പടച്ചു വിട്ടിട്ടുള്ള പാകിസ്ഥാൻ്റെ പല തീവ്രവാദ ക്യാമ്പുകളെ, 9ഓളം തീവ്രവാദ ക്യാമ്പുകളെ കൃത്യമായ നിലയിൽ തന്നെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിക്ക് സാധിക്കുകയുണ്ടായി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ത്യൻ എയർ സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു അറ്റാക്ക് ഇന്ത്യ നടത്തിയിട്ടുള്ളത് എന്നൊരു കാര്യം കൂടെ വരുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കുറച്ചുകൂടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നത്. അപ്പോൾ മരണപ്പെട്ട ആളുകളുടെ കാര്യത്തിലാണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും പറയുമ്പോൾ 9ഓളം തീവ്രവാദ ക്യാമ്പുകൾ നമ്മൾ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നൊരു കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് എങ്ങനെയാണ് ഇത്രയധികം തീവ്രവാദ ക്യാമ്പുകൾ ഉണ്ടാകുന്നത്, പാകിസ്ഥാന് തന്നെ അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിക്കൂടെ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പകൽ പോലെ വ്യക്തമായിട്ടുള്ള പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് പലപ്പോഴായിട്ടും പാകിസ്ഥാൻ തന്നെ തീവ്രവാദ ക്യാമ്പുകളെ, തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ തന്നെയും പാലൂട്ടി വളർത്തുന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യം.
ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ചില പരിപാടികളിൽ പോലും അവരുടെ വലിയ നേതാക്കളുടെ ചില പരിപാടികളിൽ പോലും പാകിസ്ഥാൻ ആർമിയുടെ സാന്നിധ്യം പലപ്പോഴും നമുക്ക് ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയൊക്കെ തന്നെ കാണാനും സാധിക്കാറുണ്ട്. അപ്പോൾ ഒരു ഹിഡൻ ടൈപ്പ് തന്നെ ഈ ചില സിനിമാ ഡയലോഗുകളൊക്കെ പോലെ തന്നെ അന്തർധാര സജീവമാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾക്കെതിരെ ശക്തമായ ആക്രമണം തന്നെ നടത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചുള്ള ഒരു കാര്യമായിരുന്നു, ഇന്ത്യ ക്രോസ് ബോർഡർ ടെററിസത്തെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുമെന്ന രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം. അത് കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇനി ഏതൊക്കെ ക്യാമ്പുകളാണ് ഇത്തരത്തിൽ തകർന്നിട്ടുള്ളത്, ഏതൊക്കെ ടെററിസ്റ്റ് ബേസുകളാണ് തകർന്നിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് മുരുദ്കയിലെ ലഷ്കർ എ തയ്യബയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഒന്നാമതായിട്ട് വരുന്നത്. രണ്ടാമത്തേത് ബഹൽവാർപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ബേസാണ്. ഈ ബഹവാൽപൂർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ 12ാമത്തെ നഗരം കൂടിയാണ്. അതിനകത്ത് കൃത്യതയോട് കൂടിയിട്ടാണ് ഈ ഒരു ജെയ്ഷെ മുഹമ്മദിൻ്റെ ബേസ് ക്യാമ്പിനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ആർമി തകർത്തിട്ടുള്ളത്. അതുപോലെ മൂന്നാമതായിട്ട് വരുന്നത് സിയാൽകോട്ട് കൊൽട്ടി എന്നീ 2 സ്ഥലങ്ങളിലുള്ള ഹിസ്ബുൾ മുജാഹിദീൻ്റെ ഹബ്ബുകളാണ്, വ്യത്യസ്ത ബേസുകളാണ്. ഇതുകൂടാതെ തന്നെ മുസാഫറാബാദ്, അതുപോലെ ബഹിംബർ, തെഹ്റ കലൻ, ചക് അമ്രു, ഫറാബാദ് എന്നിവിടെയൊക്കെ തന്നെയുള്ള തീവ്രവാദ ക്യാമ്പുകളെ ഏറെക്കുറെ 10-23 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ ആർമി തുടച്ചു നീക്കിയിരിക്കുകയാണ്. അതായത് ഈ സുപ്രധാനമായിട്ടുള്ള പാകിസ്ഥാനിലെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് നിരന്തരമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളെ പൂർണ്ണമായിട്ടും, തീവ്രവാദ ക്യാമ്പുകളെ പൂർണ്ണമായിട്ടും തകർത്തെറിയുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇതിലൂടെ ഇന്ത്യൻ ആർമി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80ഓളം ടെററിസ്റ്റുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു മരണസംഖ്യയിലൊക്കെ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറെക്കുറെ 15 ഏക്കറോളം പരന്നു കിടക്കുന്ന മർക്കസ് സുബാനുള്ള കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ്, ആ ഒരു ക്യാമ്പ് പൂർണ്ണമായിട്ടും 15 ഏക്കറോളം വരുന്ന ക്യാമ്പ് പൂർണ്ണമായിട്ടും നമ്മൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. ലഷ്കർ എ തയ്യബയുടെ നേതാക്കളിൽ ചില ആളുകൾ, സുപ്രധാനമായിട്ടുള്ള നേതാക്കളിൽ ചില ആളുകളൊക്കെ തന്നെയും ഈ ഒരു അറ്റാക്കിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം 0 സിവിലിയൻ കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നതാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ഒരാളെയും നമ്മൾ ടാർഗറ്റ് ചെയ്യുകയോ ഒരാളെയും നമ്മൾ അറ്റാക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. നമ്മൾ കൃത്യമായ രീതിയിൽ ടെററിസ്റ്റുകൾക്ക് നേർക്ക് മാത്രമാണ് ഈ ഒരു അറ്റാക്ക് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലാണ് നമ്മുടെ ബന്ധപ്പെട്ട ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്തരം ഒരു അറ്റാക്ക് നടക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അലൈസ് ആയിട്ടുള്ള US, റഷ്യ, UK, ഫ്രാൻസ്, സൗദി, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളോടൊക്കെ തന്നെയും ഇന്ത്യ ഈ ഒരു അറ്റാക്കിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെയുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരം ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടിയിലേക്ക് ഇന്ത്യ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെയുള്ള മറുപടികൾ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരു തയ്യാറെടുപ്പെന്നോണം ഒരു മോക്ക് ഡ്രില്ലൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പാകിസ്ഥാൻ ഒരു പക്ഷേ മോക്ക് ഡ്രില്ലൊക്കെ കാത്തിരുന്നിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് കയറിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ഇന്ത്യൻ ആർമി നൽകിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ വളരെയധികം പ്ലാനോട് കൂടിയിട്ട് തന്നെ 15ഓളം ദിവസം സമയമെടുത്തിട്ടാണെങ്കിലും ശക്തമായ രീതിയിലുള്ള മറുപടി തന്നെ നമുക്ക് ഇന്ത്യക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി പാകിസ്ഥാൻ്റെ വിശദീകരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അൺപ്രൊവോക്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായി, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് പാകിസ്ഥാൻ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത്. തിരിച്ചടി രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അവരും പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല ചില സിവിലിയൻ മരണങ്ങളൊക്കെ തന്നെയും ഈ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 5ഓളം ജെറ്റുകളെ ഞങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തിട്ടു എന്നൊക്കെ പറയുന്ന യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാത്ത ചില വാർത്തകൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിൽ പ്രചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇവിടെ മോസ്റ്റ് നാഷൻസ്, ഒരുപാടധികം രാജ്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യയുടെ ഒരു സെൽഫ് ഡിഫെൻസ് എന്നോണം ഈ ഒരു കാര്യത്തിന് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പൂർണ്ണമായും പിന്തുണ അർപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെക്കുറിച്ച് തന്നെയും നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. ഇനി പാകിസ്ഥാൻ എങ്ങാനും തിരിച്ചടിക്കുമോ, ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പുകളെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇതിനെതിരായിട്ടൊരു തിരിച്ചടിയുമായിട്ട് വരികയാണെങ്കിൽ പാകിസ്ഥാൻ ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറി വരുന്നതായിരിക്കും. ഇനി അതിനും അപ്പുറത്തേക്ക്
എങ്ങാനും ശക്തമായ തിരിച്ചടികൾ അവർ നൽകുകയാണെങ്കിൽ ഒരിക്കലും പാകിസ്ഥാൻ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യില്ല, അതിന് പകരമായിട്ട് ആർമിയുടെ എന്തെങ്കിലും ബേസുകളൊക്കെ തന്നെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള വല്ല നീക്കങ്ങളും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഓരോ വർഷവും മില്യൺ കണക്കിന് ക്യാഷ് ചിലവഴിച്ചിട്ട് പല കാര്യങ്ങളിലൂടെ മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതൊന്നും ദിവാലിക്ക് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടിയിലേക്ക് ഇന്ത്യ നീങ്ങുമെന്ന രീതിയിലുള്ള മറുപടികൾ തന്നെയാണ് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്ത ഹയർ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇതിനോടകം തന്നെ ബോർഡർ സൈഡിലൊക്കെയുള്ള വ്യത്യസ്ത എയർപോർട്ടുകളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത വിമാന സർവീസുകളൊക്കെ തന്നെ ഇത് ബാധിക്കുന്നതായിരിക്കും. അതുപോലെ ദുബായിൽ നിന്നും നാട്ടിലേക്കുള്ള ചില വിമാന സർവീസുകളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്, ടൈം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയും ഇതിനോടകം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 244 ജില്ലകളിലായിട്ട് സിവിൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രില്ല് ഇന്ന് 7-ാം തീയതി നടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു പൂർണ്ണമായിട്ടുള്ള സജ്ജമാണ്. നമ്മൾ എന്ത് തരത്തിലും ഏതൊരു അറ്റാക്കിനെയും നമ്മൾ നേരിടും, ശക്തമായ തിരിച്ചടി നമ്മൾ നൽകുമെന്ന രീതിയിലുള്ളൊരു കാര്യം കാഴ്ചവെക്കുന്ന അവസ്ഥയിലൂടെയാണ്, കാര്യങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യൻ ആർമി ഒക്കെ തന്നെ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റോർ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാടധികം ഇൻഫോർമേഷൻ ഈ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ പേഴ്സണലി ഈ ഒരു അറ്റാക്കിൻ്റെ പേര്, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടായിരുന്നു. ആ ഒരു വിശദീകരണം നടത്തിയിട്ടുള്ളത് രണ്ട് സ്ത്രീകളായിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഹയർ ഒഫീഷ്യൽസ് ആയിരുന്നു. അതും 2 മതങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ. ഇതൊക്കെ തന്നെയും ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കെതിരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് വീണ്ടും ലോകത്തിന് മുന്നിൽ ആവർത്തിച്ചെടുത്ത് കാണിക്കുന്ന ഒന്നായിട്ട് മാറി വരുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതൊരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിംഗ് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന നാളുകളിലൊക്കെ തന്നെയും കൂടുതൽ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന അവസരത്തിൽ നമുക്കതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ